വേനൽ മഴയ്ക്കൊപ്പം ആഞ്ഞുവീശാൻ സാധ്യതയുള്ള കാറ്റിനെ ഭയന്ന് കഴിയുകയാണ് മലയോരത്തെ വാഴ കർഷകർ. മീനമാസത്തിൽ കിട്ടേണ്ട വേനൽമഴ മേടം പിറന്നിട്ടും പെയ്യാൻ മടിച്ചു നിൽക്കുന്നത് വാഴ കർഷകരുടെ മനസ്സിൽ ആശങ്കയുടെ മേഘങ്ങൾ നിറയ്ക്കുകയാണ്. കടുത്ത ചൂടിൽ മഴ പെയ്യുമ്പോൾ ഒപ്പം ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാനുള്ള സാധ്യതയുള്ളതാണ് മലയോര കർഷകരെ ഭീതിയിലാക്കുന്നത്. നേന്ത്രവാഴ കൃഷിക്ക് പേരുകേട്ട മറ്റത്തൂരിൽ ഇത്തവണയും ലക്ഷക്കണക്കിന് വാഴകൾ കൃഷി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നേന്ത്രക്കായ്ക്ക് പ്രതീക്ഷിച്ച വില കിട്ടാതിരുന്നത് കർഷകരെ നിരാശപ്പെടുത്തുന്നു. ഈ വർഷം മികച്ച വില പ്രതീക്ഷിച്ചാണ് മലയോരത്തെ കർഷകർ നേന്ത്രവാഴ കൃഷി ചെയ്തിട്ടുള്ളത്. മിക്ക തോട്ടങ്ങളിലും വാഴകൾ കുല വന്നിട്ടുണ്ട്. എന്നാൽ ഈ സമയത്തുണ്ടാകുന്ന ചുഴലിക്കാറ്റ് വാഴകൾക്ക് നാശം വരുത്തും. കാറ്റിനെ പ്രതിരോധിക്കാനായി കർഷകർ വാഴകൾക്ക് ഊന്നുകൊടുക്കുന്ന തിരക്കിലാണ്. ഊന്നുകൊടുക്കാനുള്ള മുളങ്കമ്പുകൾ കിട്ടാനുള്ള പ്രയാസം കണക്കിലെടുത്ത് പ്ലാസ്റ്റിക് വള്ളികൾ ഉപയോഗിച്ച് വാഴകളെ പരസ്പരം വെച്ചുകെട്ടുന്ന രീതിയാണ് വ്യാപകമായി കർഷകർ പിന്തുടരുന്നത്. മെയ് അവസാനത്തോടെ വാഴത്തോട്ടങ്ങളിൽ വിളവെടുപ്പ് ആരംഭിക്കും. ആദ്യം വിളവെടുക്കുന്ന വാഴക്കുലകൾക്ക് മികച്ച വില ലഭിക്കാറുണ്ട്. ഈ വർഷമെങ്കിലും കാറ്റിനെ അതിജീവിച്ച് വിളവെടുക്കാനും മികച്ച വിലയ്ക്ക് വാഴക്കുലകൾ വിറ്റഴിക്കാനും കഴിയുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത്. മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടം, കടമ്പോട്, നൂലുവള്ളി, ചെമ്പൂച്ചിറ, മന്ദാരപ്പള്ളി, വാസുപുരം, കൊടുങ്ങ, ചാഴിക്കാട് പ്രദേശങ്ങളിലാണ് വ്യാപകമായി നേന്ത്രവാഴത്തോട്ടങ്ങൾ ഉള്ളത്. TCV കൊടകര.